ഇടുക്കി ജില്ലയിലെ ഉടുമ്പൻചോല മണ്ഡലത്തിലും വ്യാപകമായി ഇരട്ട വോട്ട് നടക്കുന്നുവെന്ന ആരോപണം. കേരളത്തിലും തമിഴ്നാട്ടിലുമാണ് ഇരട്ട വോട്ടുള്ളത്. ഇരട്ട വോട്ട് ചെയ്യാൻ എത്തുന്നവരെ സംരക്ഷിക്കുന്നതും ഇതിനുവേണ്ട ഒത്താശ ചെയ്യുന്നതും CPM ആണെന്നും ആരോപണമുണ്ട്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലും ലോക്സഭാ തെരഞ്ഞെടുപ്പിലും ഉടുമ്പൻചോല താലൂക്കിൽ ഇരട്ട വോട്ട് നടക്കുന്നതായി വ്യാപക പരാതികൾ ഉയർന്നിരുന്നു. തമിഴ്നാട്ടിൽ വോട്ട് ചെയ്തതിനു ശേഷം കേരളത്തിൽ വോട്ട് ചെയ്യുന്നതിനായി ആളുകളെ എത്തിക്കുന്നു എന്നായിരുന്നു പരാതി. 10,000-ലധികം ഇരട്ട വോട്ടുകളുണ്ടെന്നാണ് കണ്ടെത്തൽ. ഉടുമ്പൻചോല നിയോജക മണ്ഡലത്തിൽ നിരവധിയായ വോട്ടർമാർ 2 വോട്ടർ പട്ടികയിലും ഇടം പിടിച്ചിരിക്കുകയാണ്. 10,000-കണക്കിന് വോട്ടർമാരാണ് 2 സംസ്ഥാനങ്ങളിലും വോട്ട് രേഖപ്പെടുത്തുന്നത്. ഇത്തരത്തിൽ യഥാർത്ഥമായിട്ടുള്ള വോട്ടവകാശം 2ആയി ധ്രുവീകരിക്കപ്പെട്ടു പോവുകയാണ്. തോട്ടം മേഖലകളിലെ ഇരട്ട വോട്ടിന് ചുക്കാൻ പിടിക്കുന്നത് CPIM ആണെന്നാണ് ഉയരുന്ന പ്രധാന ആരോപണം. കേരളത്തിലെ വോട്ട് ഒഴിവാക്കാൻ പലരും തയ്യാറാണെങ്കിലും CPIM നേതാക്കൾ അതിന് സമ്മതിക്കാറില്ല. വ്യക്തമായ ഒരു അന്വേഷണം ഏർപ്പെടുത്തിയാൽ അതിന്റെ യഥാർത്ഥമായിട്ടുള്ള ഫാക്ട് തെളിയും. CPM ഇത്തരത്തിലുള്ള വോട്ടർമാരായിട്ടുള്ള ആളുകളെ അവര് പോലും ആഗ്രഹിക്കുന്നു, ഞങ്ങൾക്ക് ഒരു സംസ്ഥാനത്തെ വോട്ട് മതി, ഒരു വോട്ടവകാശം മതി എന്ന് ആഗ്രഹിച്ചുകൊണ്ട് അപേക്ഷ കൊടുത്തവരെ പോലും ബലമായി അങ്ങനെ തിരിച്ചപേക്ഷ വേണ്ട, അത് നിങ്ങൾ വോട്ട് ചെയ്യണം എന്ന് പറഞ്ഞ് നിർബന്ധപൂർവമായി അവരെ കൊണ്ടുവന്ന് ഓരോ ഇലക്ഷൻ കഴിയുമ്പോഴും അവരുടെ കയ്യിലെ വോട്ടിംഗ് പാട് മാറ്റിക്കൊണ്ട് ഈ കെമിക്കലുകൾ ഉപയോഗിച്ചുകൊണ്ട് അത് മാറ്റിക്കൊണ്ട് അവരെ ബലമായി വോട്ട് ചെയ്യിപ്പിക്കുന്ന നടപടിയാണ് കണ്ടത്. പുതുതായി ചേർക്കുന്ന പേരുകളിലും വ്യാപക ക്രമക്കേടുകൾ നടക്കുന്നതായാണ് ആരോപണം. റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ വ്യാജമായി നിർമ്മിച്ചതാണ് തമിഴ്നാട് സ്വദേശികളെ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നത്. പുതുതായി ചേർക്കുന്ന പേരുകളിലും വ്യാപക ക്രമക്കേടുകൾ നടക്കുന്നതായാണ് ആരോപണം. റെസിഡൻഷ്യൽ സർട്ടിഫിക്കറ്റുകൾ വ്യാജമായി നിർമ്മിച്ചാണ് തമിഴ്നാട് സ്വദേശികളെ വോട്ടർ പട്ടികയിൽ ചേർക്കുന്നത്. ഇലക്ഷൻ കമ്മീഷൻ വിഷയത്തിൽ അടിയന്തര ഇടപെടൽ നടത്തണമെന്നാണ് ആവശ്യം. ജനം, ഇടുക്കി.